ശ്രീ വിനോദ് മാത്യു, ഇവിടെ നമുക്കറിയാം വിരാട് കോഹ്ലി 18 വർഷത്തിന് ശേഷം അദ്ദേഹം കാത്തിരുന്ന ഒരു കിരീടം സ്വന്തമാക്കിയ ദിനമാണ്. നേരത്തെ നമുക്ക് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് പല ലീഗുകൾ ജയിക്കുമ്പോൾ ഇത്തരം ആഘോഷ പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യമായി ആയിരിക്കാം IPL ജയിച്ച ഒരു ടീമിന് ഇത്ര വലിയ വരവേൽപ്പ് കിട്ടുന്നത്. ഇത് ഈ ജനക്കൂട്ടത്തെയൊക്കെ പ്രതീക്ഷിക്കണം. അത്രത്തോളം ആരാധകരുള്ള ഒരു ടീമാണ് ഇവിടെ. പക്ഷെ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട്, ദുരന്തത്തെ ആ തരത്തിൽ ചിത്രീകരിക്കുന്നതിനോട് യോജിക്കുന്ന ആളാണോ താങ്കൾ? ഒരിക്കലുമല്ല. കാരണം ഇതൊരു ഹ്യൂമൻ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അത് നമ്മളുടെ എല്ലാ മനുഷ്യരും. ഞാൻ ഒരു തമാശ പറഞ്ഞാൽ, ഒരു പക്ഷേ ഈ സമയത്ത് തമാശയല്ല, ഒരു സാഹചര്യം പറഞ്ഞാൽ, നമ്മളൊക്കെ ഇത്തരത്തിൽ ഏതെങ്കിലും ഒക്കെ ഒരു ആൾക്കൂട്ട തിക്കും തിരക്കിലും ഇടയിൽപ്പെട്ട് എപ്പോഴെങ്കിലും ശ്വാസം മുട്ടിയവരായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഓർമ്മയുണ്ട്, മാധവൻ സിനിമ റിലീസ് ചെയ്യപ്പെടുന്ന സമയത്ത്, അന്ന് ഞാൻ അടൂരാണ് താമസിക്കുന്ന സമയത്ത് അന്ന് അടൂർ സ്മിത തിയേറ്ററിലാണ്. ഇന്നത്തെ ആ തിയേറ്ററില്ല. സ്മിത തിയേറ്ററിൽ മീശ മാധവൻ സിനിമ റിലീസ് സമയത്ത് ഇന്നത്തെ പോലെ നമ്മുടെ പുതിയ ബുക്കിംഗ് സംവിധാനമൊന്നും ഇല്ലല്ലോ. അന്ന് പോയി ഒരു ഗ്രില്ലിനിടയിലൂടെ കടത്തി വിടുകയാണ്. അപ്പൊ നമുക്കറിയാം, അന്ന് ഈ കരിഞ്ചന്തയിലൊക്കെ ടിക്കറ്റ് കിട്ടുന്ന സമയമാണ്. അപ്പൊ എന്റെ ഫാമിലി, എന്റെ അപ്പായും അമ്മായും ഒക്കെ ഇതിന്റെ പുറത്ത് ടിക്കറ്റിന് വേണ്ടി നിൽക്കുകയാണ്. ടിക്കറ്റ് അത്ര റഷാണ് സിനിമയ്ക്ക്. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് കൂടെ കയറി നിൽക്കുന്നു, നമ്മൾ തലയ്ക്ക് മേളിൽ കൂടെ ഫാൻസുകാർ പോകുന്നു, തിക്കും. അവസാനം എന്റെ അപ്പ പുറത്ത് വന്നിട്ട് ബഹളം വെക്കുന്നത് എനിക്ക് ഇപ്പോൾ ഓർമ്മ. ഞാൻ ഇറങ്ങി സിനിമ കണ്ടില്ല, പിന്നെ കാണാം. പക്ഷെ അപ്പോഴും എന്റെ ഒരു ആവേശം, ഇവരെ സിനിമ കാണിക്കുക എന്ന് പറയുന്നത് എന്റെ ചെറുപ്പത്തിന്റെ ഒരു ആവേശം ഉണ്ടല്ലോ. എന്ത് റിസ്ക് എടുത്താലും ആ ടിക്കറ്റ് എടുക്കണമെന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ ഏതെങ്കിലും ഒക്കെ സാഹചര്യത്തിൽ സിനിമയുടെ പുറകെ ആവട്ടെ, അല്ലെങ്കിൽ സ്പോർട്സിന്റെ പുറകെ ആവട്ടെ, ഇത്തരം ഒരു തിക്കിലും തിരക്കിലും പെട്ട അനുഭവം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ ഞാൻ ശ്രീ റിന്റു പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് യോജിച്ചുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. അതായത് ഇതൊരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാറ്റി വെക്കാമായിരുന്ന ഒരു സാഹചര്യമില്ലേ? കാരണം ഇപ്പം മോഹൻ സാർ പറഞ്ഞതുപോലെ തന്നെ ഇവർക്കൊരു ഇന്റലിജൻസ് സംവിധാനമൊക്കെ ഉണ്ടാവും. ആ സംവിധാനത്തിൽ ഇത്രയും വലിയൊരു തിക്കും തിരക്കും ഉണ്ടാവും എന്നൊക്കെ അതിനുവേണ്ടി ഇവരെ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയാണ്. അതായത് സർക്കാർ സ്പോൺസേഡ് എന്ന് പറയാൻ കഴിയില്ല, ഒരു നെഗ്ലിജൻസ് എന്ന് പറയേണ്ടതായിട്ട് വരും. ശ്രീ നമ്മൾ ആലോചിച്ച് നോക്കിയേ, മെസ്സി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ലോകകപ്പ് കൈകാര്യം ചെയ്യുന്നത്, ലോകകപ്പ് മുത്തുന്നത്, അതിനെ ചുംബിക്കുന്നത്. അർജന്റീനയിൽ 3 ദിവസം, അതായത് അവരുടെ ബ്യൂണസ് ആയിട്ടുള്ള സിറ്റി മുഴുവൻ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ്. ഒരാൾ പോലും മരിച്ചില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമുക്കിപ്പോഴും സത്യത്തിൽ ഈ തിക്കും തിരക്കും ഇല്ലാതെ, അത് നമ്മുടെ ഒരു ബേസ്, ഇത് ആദ്യം കാണണം. എനിക്ക് പോയിട്ട് കപ്പ് ഉയർത്തുന്ന ഫസ്റ്റ് ഒന്ന് കാണണം. അത് കണ്ടിട്ട് എനിക്ക് വന്ന് അതിന്റെ മഹത്വം പറയണം, എന്റെ ഫ്രണ്ട്സിനോട് പറയണം. ഇതൊരു കൾച്ചർ ഒരു പക്ഷേ നമുക്ക് മലയാളികൾക്കും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യൻസിനൊക്കെയാണ് ഇത് പൊതുവെ ഉള്ളത് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ യൂറോപ്പ് രാജ്യങ്ങളിൽ നമ്മൾ അങ്ങനെ സംഭവം കേട്ടിട്ടുണ്ട്. കാരണം അവിടെ എന്താണ്, ആ സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്നവർ മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ. ഇവിടെ എങ്ങനെയാണോ, ഇവിടെ ഒരു സിനിമാ നടി, ഞാൻ എത്രയോ അനുഭവം നമുക്കുണ്ട്. നമ്മൾ ഈ ഇടയ്ക്ക് ഉണ്ടല്ലോ തെലുങ്കില് നമ്മുടെ അല്ലു അർജുൻ എന്ന് പറയുന്ന ഒരു സിനിമാ താരം വന്നതിന്റെ പുറത്ത് ഒരു പെൺകുട്ടി അല്ലു അർജുൻ ജയിലിലായി. അപ്പൊ ഇവിടെ അതാണ്, അതെ അതെ അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കും. അത് മാത്രമാണോ, നമുക്കറിയാം പിന്നെ ഇവിടെ ദുൽഖർ സൽമാൻ കൊട്ടാരക്കര ജുവൽ ഉദ്ഘാടനം ഇതേ തിക്ക് തിരക്കിൽപ്പെട്ടാണ് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, അതുപോലെ തന്നെ ഇനി നമ്മുടെ അടുത്ത കാലത്തെ അനുഭവം ഇല്ലേ, നമ്മുടെ കൊച്ചിയിൽ നടത്തിയ ഒരു വലിയ ഡാൻസ് പ്രോഗ്രാം ഉണ്ടല്ലോ, നമ്മുടെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ. അവിടെ ശ്രീമതി ഉമാ തോമസ് വീണ സമയത്ത് ഇതേപോലെ തന്നെയാണ് അവിടുത്തെ ഒരു മന്ത്രിയുടെ മുമ്പിൽ വെച്ച് അവർ താഴെ വീണ് അവരെ ആശുപത്രി കൊണ്ടുപോയത് കണ്ടതിന് ശേഷവും അവരോട് പരിപാടി നടത്തി. അപ്പൊ നമുക്ക് അത്തരം മാനവിക സങ്കല്പങ്ങളോ ഹ്യൂമാനിറ്റേറിയൻ ഫീലോ ഒന്നുമില്ല. ഇതൊക്കെ അതിഭീകരമായ സ്പോൺസേർഡ് ആണ്. ഈ പറയുന്നത് പോലെ ഇത് ഞങ്ങൾ എടുത്ത സമയത്ത് ഇത് കൊടുത്തു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു ഫീല് നമ്മൾ വിദേശ രാജ്യങ്ങൾക്ക് നോക്കിയാൽ അവരിങ്ങനെ ഒരു ആക്രമണം വന്നാൽ അപ്പൊ നിർത്തിവെക്കും. എന്തിനാണ് ഗാലറിയിൽ ആരാധകർ തമ്മിൽ തല്ലിയപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ്, കഴിഞ്ഞ അർജന്റീന ബ്രസീൽ യോഗ്യതാ മത്സരം നിർത്തിവെച്ചു. പിന്നീട് ആ പോയിന്റ് പട്ടികയിൽ പോലും അത് ബ്രസീലിന് ബുദ്ധിമുട്ടാണ് നമ്മൾ കണ്ടു. അപ്പൊ നമുക്കിപ്പോഴും നമ്മൾ ഈ തിക്കും തിരക്കും ഇല്ലാതെ ഒരു വിഷയത്തെ സമീപിക്കാൻ കഴിയുന്ന ഒരു കൾച്ചറില്ലായ്മ കൂടി ഇവിടെ നമ്മൾ പറയേണ്ടതായിട്ട് വരും. അല്ലാതെ ഇത് സർക്കാർ മുഴുവൻ നിയന്ത്രിച്ചാൽ പോലും ഒരുപക്ഷെ അവിടെ കൂടിയെത്തുന്ന മനുഷ്യർ, ആവശ്യമില്ലാത്തവർ, അവിടെ ഈ പോയവർ മുഴുവൻ സ്പോർട്സിനെ കാണുന്നവരാണോ, അല്ലെങ്കിൽ ഇന്നലെ ക്രിക്കറ്റിൽ കണ്ടവരാണോ, ഒന്നുമല്ല. അവിടേക്ക് പോയില്ലെങ്കിൽ എന്റെ ക്രെഡിറ്റ് നഷ്ടപ്പെടും, അഭിമാന ബോധം അല്ലെങ്കിൽ എന്റെ അഭിമാനക്ഷതം ഉണ്ടാകുമെന്ന് വിശ്വസിച്ച് പോകുന്നവർ കൂടിയാണ്. ആ വിഷയം കൂടെ നമ്മൾ ചർച്ച ചെയ്യണം. അത് ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമുക്ക് വേടൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ പ്രോഗ്രാമുകൾ കേരളത്തിലുടനീളം നടക്കുകയാണ്. ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നു, എന്റെ മനസ്സിൽ എപ്പോഴും ഒരു ഇൻറ്റ്യൂഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, എപ്പോഴെങ്കിലും ഇതുപോലെ അപകടം സംഭവിക്കും. ഇപ്പൊ എത്രയോ പാട്ടുകൾ അത് നിർത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. പോലീസുകാർ തന്നെ പറയുന്നുണ്ട് തിക്കും തിരക്കും ഉണ്ടാക്കരുത്. പക്ഷെ എപ്പോഴെങ്കിലും, അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനൊരു കൾച്ചർ എങ്ങനെ ഉണ്ടായി? അതായത് ബഹളം വെച്ചും തിക്കും തിരക്കും ശ്വാസം മുട്ടിച്ചും
നമുക്കറിയാം കുസാറ്റിൽ കഴിഞ്ഞ വർഷമല്ലേ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാമിൽ തിക്കും ഏതാണ്ട് 5 വിദ്യാർത്ഥികൾ മരണപ്പെട്ടത്. അപ്പൊ സമകാലിക സംഭവങ്ങൾ ഒരുപാട് നമുക്കിടയിലുണ്ട്. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അല്പം ഇതിനകത്ത് ഭരണപരമായ വീഴ്ചയുണ്ട്. ഇവർക്ക് ഒരു 3-4 ദിവസം കഴിഞ്ഞ് ഇന്ത്യയിൽ 2007 2020 വേൾഡ് കപ്പ് എടുത്ത സമയത്ത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ ഇതുപോലെ വിക്ടറി പരേഡ് ഉണ്ടായിരുന്നു. ഒരാളും മരിച്ചില്ല. കാരണം എന്താ, ഒരാഴ്ചക്ക് ശേഷമാണ് അവർ തിരിച്ചു വന്ന് അത് പ്ലാൻ ചെയ്ത് നടത്തപ്പെട്ടു. കഴിഞ്ഞ വേൾഡ് കപ്പ് എടുത്ത സമയത്ത്, ഇന്ത്യ വേൾഡ് കപ്പ് എടുത്ത സമയത്ത്, ചാമ്പ്യൻസ് ട്രോഫി ജയിച്ച സമയത്ത്, സച്ചിൻ ടെണ്ടുൽക്കർ അവസാന വേൾഡ് കപ്പ് വിൻ ചെയ്ത സമയത്ത് ഒക്കെ ഇതുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു അമിത ആവേശം വളരെ പെട്ടെന്ന് ഇന്ന് ദിവസം നടത്തുക എന്ന് പറയുന്ന സർക്കാരിന്റെ അലംഭാവവും അവരുടെ നെഗ്ലിജൻസും അതിന്റെ പിന്നിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇനി ഒരു കാര്യം പറയട്ടെ, ഈ 11 പേരാണ് മരിച്ചു. അവരാരും BJP-ക്കാരോ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ ആം ആദ്മിക്കാരോ ഒന്നും അല്ലല്ലോ, മനുഷ്യരല്ലേ. അപ്പൊ നമുക്കതിനകത്ത് അവര് സർക്കാർ കോൺഗ്രസിന്റെ ഭരിക്കുന്നത് കൊണ്ട് ഞാൻ പോയി എന്ന് വിചാരിച്ചു വരുന്നവരൊന്നുമല്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കുന്നതോട് വിയോജിപ്പുണ്ട്. പക്ഷെ ഇത്തരം ശ്രീ MG മിഥുൻ